ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കാത്തൊരു ദിവസമായിരുന്നു കേട്ടോ. ഞാൻ ഇന്നലെ രാത്രി കിടക്കുമ്പോൾ തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ നേരത്തെ എണീറ്റിട്ട് ഏകദേശം പണികളൊക്കെ ഒരുക്കി വയ്ക്കണം. നമ്മൾ അമ്പലത്തിൽ പൂജ ഉണ്ടല്ലോ, അത് അത് തുടങ്ങുമ്പോഴേക്കും അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് കിടന്നത്. രാവിലെ നേരത്തെ എണീക്കുകയും ചെയ്തു കേട്ടോ. അടിക്കലും തുടയ്ക്കലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നോക്കുമ്പോൾ പൈപ്പിൽ വെള്ളം വരുന്നുണ്ടായിരുന്നില്ല. എയർ കുടുങ്ങിയിട്ട് ആകെ സീനായി. അപ്പോൾ പിന്നെ ഞാൻ അതൊക്കെ ഒന്ന് ശരിയാക്കി കുളി കഴിഞ്ഞ് വന്നപ്പോഴേക്ക് 7:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊന്നും നടന്നില്ല. അപ്പോൾ ഞാൻ വേഗം കുളി കഴിഞ്ഞ് വന്നിട്ട് അത് വിളക്ക് വെക്കണുള്ളൂ കേട്ടോ. വിളക്ക് വെച്ച് പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ചിട്ട് ചന്ദനം അരച്ചിടുകയാണ്. അപ്പോഴേക്കും കുട്ടികളുടെയൊക്കെ കുളി കഴിഞ്ഞിട്ട് തറവാട്ടത്തവരും ഇവിടുത്തവരും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ അമ്പലത്തിൽ പോവുകയാണ്. ഇത് പൂജയ്ക്കുള്ള കരിമ്പാണ് കേട്ടോ. പിന്നെ പുറത്ത് വന്ന് നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ മഞ്ഞൊക്കെ ഇങ്ങനെ പെയ്യുണ്ടായിരുന്നു കേട്ടോ. നല്ല വെള്ള പൂക്കളൊക്കെ ആയിട്ട്. പിന്നെ നേരെ അമ്പലത്തിൽ വന്ന് തൊഴുകലൊക്കെ കഴിഞ്ഞ് ബുക്ക് പൂജയ്ക്ക് വെച്ചതൊക്കെ എടുത്തു. പിന്നെ അടുത്ത കുട്ടികളൊക്കെ ബുക്ക് പൂജയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ അവരെടുത്തിട്ട് പോയി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പ്രസാദമൊക്കെ വാങ്ങി നേരെ വീട്ടിലേക്ക് വന്നു. കുട്ടികൾ ബുക്കൊക്കെ പൂജയ്ക്ക് വെച്ചതൊക്കെ കൊണ്ടുവന്നിട്ട് അതൊക്കെ വായിച്ചിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നേരെ അടുക്കളയിൽ വന്നു. ഞാൻ ഭക്ഷണത്തിനുള്ള പരിപാടി നോക്കുന്നത്. അപ്പോൾ പുട്ടും പഴമാണ് കേട്ടോ. അപ്പോൾ ഞാൻ കറി വെക്കാനൊന്നും നിന്നില്ല. പുട്ടും പിന്നെ പഴവും പപ്പടം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പഴം വാങ്ങിക്കൊണ്ടാൻ വേണ്ടിയിട്ട് കുട്ടികളെ വിട്ടതാണ് കേട്ടോ. എന്നിട്ട് അവർ പോയി വാങ്ങിക്കൊണ്ടുവന്നതാണ് നമ്മുടെ കദളിപ്പഴമല്ലേ, അത് ചുവന്ന കദളിപ്പഴം കേട്ടോ കൊണ്ടുവന്നത്. പിന്നെ അതെങ്കിൽ അതെന്ന് വിചാരിച്ചു. പിന്നെ പുട്ട് അടുപ്പത്ത് വെച്ചപ്പോഴേക്കും കോഴികൾ ഇവിടെ അടി കൂടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പിന്നെ അവരെ ഒന്ന് ആദ്യം വിടാമെന്ന് വിചാരിച്ചു. പുട്ട് വേകുമ്പോഴേക്ക് 2 കൂട്ടിലാണെങ്കിലും നല്ല പോലെ ഒച്ച ഉണ്ടാക്കും, കൊത്തുകൂടും ഒക്കെ ചീട്ടവർ. അവരെ വിട്ടിട്ട് അവർക്കുള്ള അരിയൊക്കെ കൊടുത്തിട്ട് വന്നപ്പോഴേക്ക് ഇവിടെ പുട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ കുട്ടികൾക്ക് കൊടുത്തു കേട്ടോ. പിന്നെ ഞാനും കഴിക്കുകയാണ്. പുട്ടും പിന്നെ പഴവും പപ്പടവും ഉണ്ട് കേട്ടോ. അപ്പം നല്ല കോമ്പിനേഷൻ അല്ലേ. അപ്പോൾ അത് വേഗം പോയി കഴിച്ചു. പിന്നെ അത് ചായ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചോറിന് ആദ്യം തന്നെ അരി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ചോറ് വന്നപ്പോൾ അടുപ്പത്ത് തന്നെ നമ്മുടെ സോയാബീൻ ഇല്ലേ, അത് അടുപ്പത്താണ് ഉണ്ടാക്കിയത്. അത് നല്ല പോലെ ഇങ്ങനെ വരട്ടിയ പോലെ ആക്കുന്ന കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അതാ കറിയൊക്കെ റെഡിയാക്കുന്നുണ്ട്. ഇന്നതൊക്കെ വേഗം ഉണ്ടാക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെ ഇന്നലെ ബിഗ് ബോസ് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ മഴയായാൽ പിന്നെ റേഞ്ച് കിട്ടില്ല കേട്ടോ. അപ്പോൾ TV ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അത് കാണാമെന്ന് വിചാരിച്ചിട്ട് വേഗം പണിയൊരുക്കുകയാണ്. അപ്പോൾ കയ്യോടെ കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ചായ കുടിക്കൽ കഴിഞ്ഞിട്ട് റെസ്റ്റ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഫുൾ പണിയായിരുന്നു. മോരുകറി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അത് വറുത്തിടാൻ നോക്കുമ്പോൾ എണ്ണ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ചോറൊക്കെ ഗ്യാസുമ്മയ്ക്ക് എടുത്ത് വയ്ക്കുന്നത്. ഉറുമ്പിൻ്റെ നല്ല ശല്യമുണ്ട്. അടുപ്പിൻ്റെ മുകളിൽ കൂടെയും കൂടി ഇങ്ങനെ നടക്കുക കേട്ടോ ഉറുമ്പ്. അപ്പോൾ ഞാൻ ചോറൊക്കെ ഇവിടെയാണ് വയ്ക്കാറുള്ളത്. ഈ ഭാഗത്തേക്ക് വല്ലാതെ ഉറുമ്പിൻ്റെതില്ല. പിന്നെ പാത്രങ്ങൾ കുറേ കഴുകാണ്ടായിരുന്നു. പാത്രം കഴുകൽ കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞ പോലെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു. അതൊക്കെ കഴുകി വെച്ചു. പാത്രം കഴുകൽ കഴിഞ്ഞപ്പോഴേക്കും എണ്ണയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇളയച്ചൻ കടയ്ക്ക് പോയപ്പോൾ ഞാൻ അവരെ പറഞ്ഞയച്ചതാണ് എണ്ണ വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ എണ്ണയൊക്കെ കൊണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനിതാ എല്ലാ പാത്രവും കഴുകി വെച്ചു. പിന്നെ കയ്യോടെ പാത്രം അങ്ങോട്ട് കൊണ്ടുവയ്ക്കുകയും ചെയ്തു. പിന്നെ കുട്ടികളെ വിട്ടിട്ട് കുറച്ച് കറിവേപ്പിൻ്റെ ഇല അടുത്ത വീട്ടിൽ നിന്നാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുണ്ട്. കറിവേപ്പിൻ്റെ ഇല ഈ ഒരു ബോക്സിൽ ഇട്ടുവെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ദിവസം കേടുവരാതിരിക്കണം. നമ്മുടെ അടുത്ത വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഇങ്ങനെ പോയി എടുത്തിട്ട് വരണ്ടേ. അപ്പോൾ ഞാൻ ഒരാഴ്ചക്കുള്ളതൊക്കെ അങ്ങനെ കൊണ്ടുവന്ന് വയ്ക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ വേസ്റ്റ് ഉണ്ടായിരുന്നു, അതൊക്കെ കൊണ്ടേ കളഞ്ഞിട്ട് ആ പാത്രം കൂടിയും കഴുകി വെച്ചപ്പോഴേക്ക് ഏകദേശം പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒരു 11:30 ആയപ്പോഴേക്ക് ഏകദേശം പണിയൊക്കെ ഒരുങ്ങിയിട്ടോ. പിന്നെ ഈ കറി വറുത്തിടേണ്ട ഒരു ആവശ്യം കൂടിയേ ഉള്ളൂ. ഫാമിലി ഇതും കൂടിയാണല്ലോ, ഇപ്പോൾ ഫാമിലി വീക്കാണല്ലോ, അതുകൊണ്ട് കാണാനുള്ള ഒരു ഭയങ്കര ഇത് കേട്ടോ. അപ്പം ഞാൻ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നിൽക്കണത്. അതിന് വേഗം പണിയൊരുക്കുകയാണ്. അപ്പോൾ എണ്ണയൊക്കെ ഒഴിച്ച് വെച്ചിട്ട് പിന്നെയുള്ള പണി പാത്രങ്ങൾ എടുത്ത് വയ്ക്കാണ്ട്. ആ എണ്ണ കുപ്പിയിലാകുമ്പോഴേക്ക് വേഗം പാത്രങ്ങൾ എടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ കഴുകിയ പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ചു. ഇനി കറി ഒന്ന് വറുത്തിടുകയും കൂടിയും വേണം. അപ്പോൾ ഞാൻ ഉലുവയും കടുകും പിന്നെ നമ്മുടെ ഉണക്കമുളക് ഉണ്ടല്ലോ, അതും കറിവേപ്പിൻ്റെ ഇട്ടാണ് കേട്ടോ കറി വറുത്തിടുന്നത്. മോരുകറിയും ഉപ്പേരിയും പപ്പടവും പിന്നെ സോയാബീനും കൊണ്ട് ഒരു മസാലയും കൂടിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ അവിടെയും കൂടി ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇനി ഞാൻ TV കാണാൻ പോവാണ് കേട്ടോ, ബിഗ് ബോസ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബിഗ് ബോസ് ഇഷ്ടമുള്ളവരൊന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ അത്രയും നമ്മുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടമാണെങ്കിൽ